പക്ഷിയുടെ, മൃഗങ്ങളുടെ വിവേകം പോലുമില്ലാതെ ക്രിസ്തീയ മാതാപിതാക്കൾ തരം താഴ്ന്നതിൻ്റെ നേർക്കാഴ്ച വേദനയോടെ നോക്കി നിൽക്കേണ്ടി വന്ന അപ്പനാണ് നിങ്ങളോട് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ യുവാക്കളായ ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്. അവർക്ക് 10 വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് അനുവദിച്ച് എന്നെ കേൾക്കാനിടയാകുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്ന് വിങ്ങുന്ന ഏതാനും ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം. ഹൃദയത്തിൻ്റെ ഭാരമൊന്ന് പങ്കുവെക്കാമെന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ക്രൈസ്തവ ലോകം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും ധാരാളം വിമർശനങ്ങളും വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും നിരൂപണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് പരിഹാരമായി എൻ്റെ മനസ്സിൽ തോന്നിയതല്ല, എൻ്റെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന 2-3 കാര്യങ്ങളൊന്ന് പങ്കുവെക്കട്ടെ. ആദ്യമേ പറയട്ടെ, ക്രൈസ്തവ ലോകം അംഗീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. 1 ആത്മീയ അതിജീവനം, 2 ഭൗതിക അതിജീവനം, 3 ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം നിർത്തണം. 1 ആത്മീയ അതിജീവനമെന്ന് പറയാനുള്ള കാരണം ക്രിസ്ത്യാനിറ്റി ക്രിസ്തുവിൽ അടിത്തറയിട്ടതായിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ആത്മീയതയ്ക്ക് ഒന്നാമത് വെക്കാൻ കാരണം. അപ്പം നമുക്കറിയാം, ക്രിസ്ത്യാനികൾ ഇന്ന് വിശ്വാസ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പുതിയ തലമുറ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പെടാപ്പാടുപെടുകയാണ്. എന്തിന് പള്ളിയിൽ പോകണം, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ദൈവത്തിന് മതമില്ലല്ലോ, ദൈവത്തിന് ഇങ്ങനെയുള്ളതായ നിയമങ്ങളും കൽപ്പനകളും ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ദൈവമുണ്ടായിട്ടും ഇത്രയും അനീതികൾ ഉണ്ടാകുന്നുവെന്ന് ചിന്തിക്കുകയും മതത്തിൻ്റെ നേതാക്കളിൽ, രാഷ്ട്രീയ നേതാക്കളിൽ നിരന്തരമായ അനീതി കാണുകയും ചെയ്യുന്ന പുതിയ തലമുറ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുന്നത് നമ്മളിൽ പലരും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഉറക്കം നടിക്കുകയാണ്. ഇത് വിനാശത്തിനാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് പഠിപ്പിക്കണം. ആത്മീയ അതിജീവനം. എന്തിനു വേണ്ടി ക്രിസ്ത്യാനിറ്റി? എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ സവിശേഷത, ദ എക്സ്ക്ലൂസീവ്നെസ്? എന്താണ് ക്രിസ്ത്യാനിറ്റിയും മറ്റ് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വിഷയം അടിയന്തരമായി പഠിപ്പിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ ഏതെങ്കിലും മതം പോരെ എന്നുള്ള ചിന്ത, ഏതെങ്കിലും നല്ല ആശയം പോരെ എന്നുള്ള ചിന്ത വരികയും ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ ലയിക്കുകയും ഈ ലോകത്തിൻ്റെ ദേവനെ, സമൃദ്ധി നൽകുന്ന ദേവനെ ക്രിസ്തുവായി കണ്ട് ആരാധിക്കുന്നത് വർദ്ധിക്കും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമൃദ്ധിയുടെ ദേവനെ ആരാധിക്കുന്ന, ക്രിസ്തുവാണെന്ന് കരുതി ആരാധിക്കുന്ന വിശ്വാസികളുള്ളത് കേരള ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. സമൃദ്ധി നൽകുന്നവൻ ദൈവമാണെന്ന് കരുതുകയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായി അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് കോരിന്തോസ് ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ ലോകത്തിൻ്റെ ദേവൻ കഷ്ടതകളും സഹനങ്ങളും ദൈവീകമല്ല എന്നും മനുഷ്യത്വവും മാനവികതയും മതേതരത്വവും മാത്രമാണ് ക്രിസ്ത്യാനിറ്റി എന്നും ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദേവനെ ക്രിസ്തുവാണെന്ന് കരുതി സമൃദ്ധിയുടെ സുവിശേഷം മുഖാന്തിരം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ളത് കേരളത്തിലാണ്. ദ മെറ്റീരിയലിസ്റ്റിക് ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ഭയാനകമായ അവസ്ഥയിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ കാര്യങ്ങളിലെ ക്രിസ്ത്യാനികളുടെ നിസ്സംഗത ഇതിന് തെളിവാണെന്നുള്ളതാണ്. അതുതന്നെ ഒരു വിഷയമായതുകൊണ്ട് അതിവിടെ പറയുന്നില്ല. മറിച്ച് എന്താണ് മറ്റ് മതങ്ങളെന്നും എന്താണ് ക്രിസ്തു ദർശനമെന്നും എന്താണ് ക്രിസ്ത്യാനിറ്റിയും മറ്റ് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്നും നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എല്ലാം ശരിയാണെന്ന് കരുതി ലോകത്തിൽ ലയിക്കും എന്നുള്ളതാണ്. മറ്റൊന്നാണ് മതേതര മാനവിക ജനാധിപത്യ മൂല്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഇനിയും മനസ്സിലാക്കാത്തവർ ഏറ്റവും അധികം, ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയാണ് നിങ്ങളോട് പറയുന്നത്, ഏറ്റവും അധികമുള്ളത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. ഇത്രത്തോളം ഈ മേഖലയിൽ അന്ധത ബാധിച്ചൊരു ജനത വേറെ എങ്ങുമില്ല എന്നുള്ളതാണ്. അല്ലെ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. മറ്റ് എല്ലാ മതങ്ങളിലും സ്വന്തം മതത്തിൽപ്പെട്ടവരെ സ്നേഹിക്കുവാനോ സ്വന്തം സംഘടനയിൽ ജാതിയിൽപ്പെട്ടവരെ സ്നേഹിക്കാനോ ആവശ്യപ്പെടുമ്പോൾ, അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ജനതയെ തള്ളിവിടുമ്പോൾ ദൈവം പ്രസാദിപ്പിക്കേണ്ട ഒരു ശക്തിയാണ്, ആരാധിച്ച് സുഖിപ്പിക്കേണ്ട ഒരു ശക്തിയാണ്, അപേക്ഷകൾ സമർപ്പിച്ച് നിലവിളിച്ച് മേടിച്ചെടുക്കേണ്ട ഒരു ശക്തിയാണ് ദൈവമെന്ന് മറ്റ് മതങ്ങളും ദർശനങ്ങളും പറയുമ്പോൾ, ദൈവം മനുഷ്യനെ തേടി വന്നവനാണ്, മനുഷ്യന് വേണ്ടിയാണെന്നും മനുഷ്യൻ ദൈവീക ഗുണങ്ങളിലേക്ക് വളർന്നാൽ മാത്രമേ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂവെന്നും പഠിപ്പിക്കുന്ന ഏക
മതം അഥവാ സഭ ഇസം ക്രിസ്ത്യാനിറ്റിയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചോട്ടെ, ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂവെന്നും മനുഷ്യൻ ദൈവീക ഗുണങ്ങളിലേക്ക് വളർന്നാൽ നഷ്ടപ്പെട്ടു പോയ, ആധാമിക പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ യഥാർത്ഥമായ മനുഷ്യത്വം മനുഷ്യൻ വീണ്ടെടുത്താൽ മാത്രമേ ഭൂമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂവെന്നും അതിന് നമ്മളെ സാധ്യമാക്കുന്നത് ക്രിസ്തു മാത്രമാണ് എന്നും പഠിപ്പിക്കുന്ന ഏക മതം ക്രിസ്തീയതയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കറിയില്ല. മതേതരം മാനവിക ജനാധിപത്യ മൂല്യങ്ങൾ ഉറക്കെ പറഞ്ഞാൽ മാത്രമേ ക്രിസ്ത്യാനി ആവുകയുള്ളൂ എന്നുള്ള ഒരു അപകർഷതാബോധം ക്രൈസ്തവർ കൊണ്ട് നടക്കുകയാണ്. എന്നാൽ ഇതെവിടെ നിന്നുണ്ടായി? ഇത് ഉത്ഭവിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്, ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന്, അപ്പസ്തോലന്മാരിൽ നിന്നാണ്. എന്തിനു പറയുന്നു ക്ഷേമരാഷ്ട്രം? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ക്ഷേമരാഷ്ട്രം എവിടെ നിന്നുണ്ടായി? അവർ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ, പ്രബോധനം, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു. അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു. ഭൂമിയിലെ ദാരിദ്ര്യം അകറ്റുക, പാപം അകറ്റുക, ഈ രണ്ട് കാര്യങ്ങളാണ് പള്ളിപ്പോക്കും പ്രാർത്ഥനയും ബലിയർപ്പണത്തിലൂടെയും ആദിമ ക്രൈസ്തവം നേടിയെടുത്തത്. ഇന്ന് ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പം അത് അപ്പസ്തോല പ്രവൃത്തികളിലും ക്രിസ്തുവിൻ്റെ അന്ത്യവിധിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിലുമാണ് കിടക്കുന്നത്. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു എന്ന് തുടങ്ങുന്ന അന്ത്യവിധിയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു. ഇവിടെയാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ ക്ഷേമരാഷ്ട്രങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പം കിടക്കുന്നത്. അന്ത്യവിധിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രബോധനത്തിലും സഭ സ്ഥാപിച്ചുകൊണ്ട് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് അടിത്തറയിട്ട അപ്പസ്തോല പ്രവർത്തികളിലുമാണ്. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, മാനവിക ജനാധിപത്യ അനിവാര്യത എന്താണെന്നും മറ്റു മതങ്ങളിൽ നിന്ന് എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യത്യാസമെന്നും നമ്മൾ കൃത്യമായി പഠിപ്പിക്കണം. ആത്മീയ അതിജീവനം നമ്മൾ പഠിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കൾ അടിയന്തരമായി ഭൗതികമായി ഈ ലോകത്ത് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഭൗതിക, ശാരീരികമായ അതിജീവന മക്കളെ പഠിപ്പിക്കണം. ഇന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചും ഉടമ്പടിയെടുത്തും നിയോഗം വെച്ചും ദിനങ്ങളും മാസങ്ങളും പ്രാർത്ഥിച്ചും നേടിയെടുത്ത രാജകൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകളും കൃഷിയിടങ്ങളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന വലിയൊരു ക്രൈസ്തവ സമൂഹം കേരളത്തിലുണ്ട്. വലിയൊരു ക്രൈസ്തവ സമൂഹം തങ്ങൾ കഷ്ടപ്പെട്ട് ആർജിച്ചെടുത്ത സമ്പത്ത് മുഴുവൻ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ. കാരണം എല്ലാം പോയി എങ്ങോട്ട്? കുടിയേറ്റത്തിലേക്ക് പോയി. കുടിയേറ്റം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും കുടിയേറ്റങ്ങൾക്കെതിരല്ല. പക്ഷേ സമ്പത്തിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുകയും സമ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുകയും ചെയ്ത ഒരു ജനത ആ സമ്പത്ത് ഉപേക്ഷിച്ച്, കിട്ടുന്ന വിലയ്ക്ക് ഉപേക്ഷിച്ച് അടുത്തയിടത്തും കുടിയേറിയിടത്തും സാമ്പത്തികമാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് ഇവിടെയാണ് വളരെ വ്യക്തമായി പ്രവാചകനിലൂടെ നമ്മുടെ കർത്താവ് പറയുന്നത്. അവർ ഭവനങ്ങൾ പണിയുമെങ്കിലും അതിൽ വസിക്കുകയില്ല, അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിജീവനം മക്കളെ പഠിപ്പിക്കണം. എന്ത് അതിജീവനം? ഭൗതികവും ആത്മീയമായ അതിജീവനം. ഇതാണ് സഭയുടെയും മാതാപിതാക്കളുടെയും ആദ്യത്തേതും അവസാനത്തേതുമായ കടമ. എന്താണ് ക്രിസ്ത്യാനിറ്റി? എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റി? ഭൗതിക അതിജീവനം എങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കണം. ഞാൻ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊക്കെ കോഴിയെ വളർത്തിയവരാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു 35 വയസ്സിന് മുകളിലേക്കുള്ളവരെല്ലാം തന്നെ കോഴി അടയിരുന്ന് കുഞ്ഞിനെ വിരിയിച്ച് മുറ്റത്ത് കൂടെ കുഞ്ഞിനെ കൊണ്ടുനടക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിപ്പെട, കോഴിയമ്മ ഒരു കരിയില വീഴുന്ന ഒരു ഇല വീണാൽ, മരത്തിൽ നിന്നൊരു ഇല വീണാൽ ഒരു പ്രത്യേക ഒച്ചയുണ്ടാക്കും. ആ ഒച്ച കേൾക്കുമ്പം കുഞ്ഞുങ്ങൾ സാവകാശം ഓടി ഒളിക്കും. എന്നാൽ ഒരു പക്ഷിയുടെ നിഴൽ കണ്ടാൽ അമ്മക്കോഴി ഉണ്ടാക്കുന്ന ഒച്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ആ ഒച്ച കേൾക്കുമ്പോൾ കുഞ്ഞുകോഴികൾ ശീഘ്രം ഓടി ഒളിക്കും. പക്ഷിയുടെ, മൃഗങ്ങളുടെ വിവേകം പോലുമില്ലാതെ ക്രിസ്തീയ മാതാപിതാക്കൾ തരം താഴ്ന്നതിൻ്റെ നേർക്കാഴ്ച വേദനയോടെ നോക്കി നിൽക്കേണ്ടി വന്നൊരു അപ്പനാണ് നിങ്ങളോട് പറയുന്നത്. കുഞ്ഞുങ്ങളെ ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ളതായ അതിജീവനത്തിൻ്റെ കാര്യങ്ങളാണ് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനൊരിക്കലും ഒരു വീട്ടിൽ പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ യുവാക്കളായ ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്. അവർക്ക് 10 വയസ്സിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളുണ്ട്.
ഈ ചെറുപ്പക്കാരായ അപ്പനും അമ്മയും നിന്നുകൊണ്ട് തുണി അലക്കുകയാണ്. അമ്മ തുണി അലക്കി കൊടുക്കുന്നു, ഭർത്താവ് അത് ഊരിപ്പിഴിഞ്ഞ് അയയിൽ വിരിക്കുന്നു. കുഞ്ഞുങ്ങൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര ഡിഗ്രി പാസ്സായാലും, എത്ര വലിയ ഉദ്യോഗസ്ഥൻ കിട്ടിയാലും, ലക്ഷങ്ങൾ ശമ്പളം കിട്ടിയാലും, ശത്രുവാരം മിത്രമാരെന്നറിയാതെയും പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയാതെയും ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോകും. ആരാണ് ഉത്തരവാദി? കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന, അതിജീവനം പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നവരാണെന്നുള്ള നഗ്നസത്യം ഞാനും നിങ്ങളും അടങ്ങുന്ന അപ്പനും അമ്മയും ഇനിയെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് ഒന്നാമത്തെ കടമ അതിജീവനം പഠിപ്പിക്കലാണ്. ആത്മീയമായ അതിജീവനവും ഭൗതികമായ അതിജീവനവും. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പരാജയപ്പെടുന്നത്. കണ്ണും കൈയും കാണിക്കുന്നവരുടെ പുറകെ നിഷ്കളങ്കതയിൽ വീണു പോവുകയാണ്. ഈ നിഷ്കളങ്കതയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചതിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അവർക്ക് നന്മതിന്മകൾ അറിയത്തില്ല. ഇവിടെ ഞാൻ കണ്ടു ഒരു പ്രിയപ്പെട്ട വൈദികൻ ജെയിംസ് പനവേൽ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനിടയായി. ഏഷ്യാനെറ്റും മനോരമയും മീഡിയ വണ്ണുമൊക്കെ എടുത്ത് ആഘോഷിച്ച കളപറിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ഒരു ക്രിസ്ത്യാനിയും കളപറിക്കുന്നില്ല എന്ന് മാത്രമല്ല, കളയേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം മന്ദതയിലാണ് ക്രിസ്ത്യാനികൾ. അവരോട് പറയുകയാണ് കളപറിക്കരുത് എന്ന്. എന്തൊരവസ്ഥയാണ് നോക്കിക്കേ. എവിടുന്ന് കിട്ടുന്നു ഇത്തരം പ്രബോധനങ്ങൾ? എന്നാൽ കളയുടെ ഉപമയിൽ നോക്കിക്കേ. യജമാനനെ നമ്മൾ കിടന്നിറങ്ങിയപ്പോൾ കള്ളൻ വന്ന് കള വിതച്ചു. പറിക്കാൻ പറഞ്ഞപ്പോഴാണ് പറിക്കേണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ക്രിസ്ത്യാനികൾ കള പറിക്കാൻ പോയിട്ട് കളയെ കളയെന്ന് വിളിക്കുവാൻ ആർജവത്വം ക്രിസ്ത്യാനിക്കില്ല. കളയെ തിരിച്ചറിയാനുള്ള കഴിവുമില്ല എന്നുള്ളതാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്: കള്ളനെ തിരിച്ചറിയാനും കളയെ തിരിച്ചറിയാനും. അപ്പം കള്ളനെയും കളയെയും തിരിച്ചറിയാനാവാത്ത വിധം നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രൈസ്തവ ലോകത്തെ നിസ്സംഗതയിലേക്ക്, മതേതര ക്രിസ്ത്യാനിറ്റിയിലേക്ക്, മാനവിക ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പുത്തൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് തള്ളിവിടുന്നവരെ നിങ്ങൾക്ക് ദുരിതം. സത്യത്തെ സത്യമായി പറഞ്ഞതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ രക്തസാക്ഷികളാകേണ്ടി വന്നത്. വ്യവസ്ഥാപിത മതങ്ങളോട് കലഹിച്ചത് കൊണ്ടാണ് അപ്പസ്തോലന്മാർക്ക് രക്തസാക്ഷികളാകേണ്ടി വന്നത്. യഹൂദരായിരിക്കെ യഹൂദരെ പോലെ ജീവിക്കാതിരുന്നത് കൊണ്ടാണ് സ്തെഫാനോസ് എറിഞ്ഞു കൊല്ലപ്പെട്ടത്. യഹൂദനായിരിക്കെ യഹൂദനെ പോലെ ജീവിക്കാത്തത് കൊണ്ടാണ് യാക്കോബ് അപ്പസ്തോലൻ കഴുത്ത് വെട്ടപ്പെട്ടത്. അപ്പസ്തോലന്മാർ മുഴുവൻ കൊല്ലപ്പെട്ടതിൻ്റെ കാര്യം വ്യവസ്ഥാപിത മതങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും തെറ്റായ ദൈവിക ജ്ഞാനത്തോടും ദൈവികമായ അറിവിനോടും കലഹിച്ചത് കൊണ്ടാണ്. ഇന്നിവിടെ പുത്തൻ ക്രിസ്ത്യാനിറ്റിയാണ്. ആരുണ്ടാക്കി വെക്കുന്നു? ഒരുപറ്റം ദൈവശാസ്ത്രജ്ഞന്മാരും ജനങ്ങളും, ലിബറൽ തിയോളജിയൻസ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അപ്പോൾ ആത്മീയവും ഭൗതികമായ അതിജീവനം പഠിപ്പിക്കണം. മറ്റൊന്നാണ്, മൂന്നാമത്തെ കാര്യമാണ് ഒന്നാം പ്രമാണ ലംഘനം. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാം പ്രമാണ ലംഘനം. ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ളത്. മക്കളെ സ്വീകരിക്കുവാൻ മാതാപിതാക്കളെ പ്രാപ്തമാക്കുന്ന രീതിയിൽ ഇടവക കൂട്ടായ്മയിൽ അടിയന്തരമായി കൂട്ടായ്മാബോധമുണ്ടാകണം. അവിടെ പ്രോഗ്രാമുകളല്ല ഉണ്ടാകേണ്ടത്, വിശ്വാസ പരിശീലനം, ഫെയ്ത്ത്, വിശ്വാസത്തെ ശക്തമായി അവിടെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷകളാണ് ഉണ്ടാകേണ്ടത്. കൂട്ടായ്മാബോധമാണ് ഉണ്ടാകേണ്ടത്. അവർ പങ്കുവെച്ചു, അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു. കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനത്തിലേക്ക് ഇടവകയും പാരിഷ് കൗൺസിലും മാറേണ്ടതുണ്ട്. അത് അടിയന്തരമാണ്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പ്രസംഗിക്കാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതോടൊപ്പം നമ്മൾ വിശ്വസിച്ചാൽ കുഞ്ഞുങ്ങളെ ലഭിക്കുമൊന്നുമില്ല. അത് മറ്റൊരു വസ്തുതയാണ്. കർത്താവ് സഹായിച്ച് 4 മക്കളാണുള്ളത്. ഇന്നും 4ാമത്തെ കുട്ടി 7ാം ക്ലാസ്സിലേക്ക് കയറി. ഇതേവരെ മറ്റു കുഞ്ഞുങ്ങൾ പിന്നീട് മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു, നമ്മൾ ആഗ്രഹിച്ചാലൊന്നും മക്കളുണ്ടാവില്ല എന്നുള്ള സത്യവും തിരിച്ചറിഞ്ഞു. പക്ഷേ ഇത് മനുഷ്യന് സ്വന്തം വിശ്വസിക്കാൻ പറ്റില്ല. അവരിൽ വിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ ഇടവക സമൂഹം, ക്രൈസ്തവ സമൂഹം മാറേണ്ടതുണ്ട്. ഒന്നാം പ്രമാണ ലംഘനം. ഞാനൊരു കാര്യം പറയാം, നമ്മളെല്ലാം തന്നെ ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അവഗണനയെക്കുറിച്ചും വിലപിക്കുന്നുണ്ട്. അടിസ്ഥാനമായി നിൽക്കുന്ന കാര്യമെന്താ? ഈ ഒന്നാം പ്രമാണ ലംഘനമാണ്. ജനസംഖ്യ എണ്ണമില്ലാത്തവരെ ആരും പരിഗണിക്കില്ല. എണ്ണമില്ലാതെ കൃഷിയിടങ്ങൾ നിലനിൽക്കില്ല. എണ്ണമില്ലാതെ സ്കൂളുകൾ നിലനിൽക്കില്ല. എണ്ണമില്ലാതെ ബിസിനസ് സ്ഥാപനങ്ങൾ നിലനിൽക്കുകയില്ല. ചൈനീസ് സർക്കാർ പോലും 1 നിന്ന് 3 സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന കണക്കനുസരിച്ച് പോലും 3 കുട്ടികളുണ്ടാകണം ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ. ഇതാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത്.
അപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ വിശ്വസ്തരല്ലാത്തൊരു സമൂഹത്തിന് എങ്ങനെ ആത്മീയ കാര്യങ്ങൾ തരുമെന്ന് വചനം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിയന്തരമായി സഭയും കുടുംബങ്ങളും കുടുംബനാഥന്മാരും വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെ മക്കളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. 8, 10, 15, 20, 30 ലക്ഷം മുടക്കി പെരുന്നാൾ നടത്തുമ്പോൾ ഒരു 2, 3 വർഷത്തേക്ക് പെരുന്നാളുകൾ ആത്മീയ ശുശ്രൂഷകളിലേക്ക് ഒതുക്കിക്കൊണ്ട് ബാക്കി പൈസ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മനസ്സുള്ള ദമ്പതികൾക്ക് കൊടുക്കുവാൻ ഇടവകകൾക്ക് ധൈര്യമുണ്ടോ? അത്തരമൊരു തീരുമാനമെടുക്കാൻ പാരിഷ് കൗൺസിലിന് ധൈര്യമുണ്ടോ? പ്രോത്സാഹനം കൊടുക്കാതെ, വിശ്വാസം ജനിപ്പിക്കാതെ മാറിയ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക ദമ്പതികൾക്ക് അസാധ്യമാണ്. അതോടൊപ്പം അമ്മഭാവം നഷ്ടപ്പെടുകയാണെന്ന് കുടുംബങ്ങളിൽ. അപ്പൻ്റെ കാർക്കശ്യവും അമ്മയുടെ കാരുണ്യവുമാണ് കുഞ്ഞുങ്ങളെ മാനസികവും ശാരീരികവുമായി പക്വതയുള്ളവരാക്കി മാറ്റുന്നത്. ഇന്ന് അങ്ങനെയൊരു മേഖലയില്ല. അപ്പനും അമ്മയും തമ്മിലുള്ള കൂട്ടായ്മ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഭൗതിക അതിജീവനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാനൊരു കാര്യം വിട്ടുപോയി. ഇന്നത്തെ സാഹചര്യത്തിൽ പല അപ്പനും അമ്മയും ജോലിക്കാരാണ്. കുഴപ്പമില്ല, ആയിക്കൊള്ളട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ നേരം കുറവാണെങ്കിലും ആരെങ്കിലും ഒരാൾ വീട്ടിൽ വരും. ആ വീട്ടിൽ വരുമ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ അപ്പനാണ് അടുക്കളയിൽ കയറുന്നതെങ്കിൽ അടുക്കളയിലേക്ക് ഒരു കസേരയിട്ട് അവിടെ വന്നിരുന്ന് കുഞ്ഞുങ്ങളോട് പഠിക്കുവാനും അവരോട് സംസാരിക്കാനും സമയം കണ്ടെത്തണം. അപ്പനാണ് തുണി അലക്കുന്നതെങ്കിൽ മക്കളോട് തുണി എടുത്തുകൊണ്ട് വരാൻ പറയണം. അവർക്ക് സാധിക്കുന്ന രീതിയിൽ അവരോട് തുണി പിഴിഞ്ഞു തരാൻ പറയണം. വലിയ കാര്യങ്ങളല്ല നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാക്കാത്തവരാണ് ഞാനും നിങ്ങളും. ചെറിയ കാര്യങ്ങളാണ് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ നമുക്കൊരു വീട്ടിലേക്ക് നോക്കുമ്പോൾ എന്താ, നമ്മൾ വലിയൊരു കെട്ടിടത്തിലേക്ക് നോക്കുമ്പോൾ കെട്ടിടത്തിന് മനോഹാരിത കാണുകയാണ്. ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന അടിത്തറയിലാണ് കെട്ടിടം നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ അടിത്തറയാണ് ചെറിയ കാര്യങ്ങൾ. അടിത്തറ പണിയാതെ മേൽപ്പറ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവിടെ വിളിക്കണം. അവിടെ ഇരുത്തിക്കൊണ്ട് പേപ്പർ വായിക്കാൻ കുഞ്ഞുങ്ങളോട് പറയണം. ഉറക്കെ പേപ്പർ വായിക്കാൻ പറയണം. അല്പനേരം ഉറക്കെ ബൈബിൾ വായിക്കാൻ പറയണം. അങ്ങനെ കുഞ്ഞുങ്ങളെ തങ്ങളോട് ചേർത്ത് പിടിക്കുവാൻ അപ്പനും അമ്മയും തയ്യാറാകണം. അതുകൊണ്ട് ചുരുക്കട്ടെ, 3 കാര്യങ്ങളാണ് ആത്മീയ അടിത്തറ അഥവാ ആത്മീയ അതിജീവനം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭൗതികമായി ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ ജ്ഞാനം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ജോലി കിട്ടിയാലോ സമ്പത്തുണ്ടാക്കിയാലോ നിലനിൽക്കാൻ അറിയത്തില്ലാതെ വരും. കുടുംബം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അപ്പനും അമ്മയും കൂടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. പരസ്പരം പങ്കുവെച്ചുകൊണ്ട് ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാത്തിലും ഷെയർ ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, ഷെയറിങ് കുഞ്ഞുങ്ങൾ കാണണം. ഭൗതികമായ അതിജീവനം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. കുഞ്ഞുങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കണം. 3ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1-ാം പ്രമാണം, ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കണം. ഈ 3 കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിച്ചാലല്ലാതെ ക്രൈസ്തവ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് കുടുംബത്തിനാണ്. കുടുംബം നന്നായാൽ നാട് നന്നാകും, നാടും സഭയും നന്നാകും.